കർണാടകയിലെ ധർമ്മസ്ഥലയിൽ മുൻ ശുചീകരണ തൊഴിലാളികളുടെ വെളിപ്പെടുത്തലിനെ തുടർന്ന് നടത്തിയ പരിശോധനയിൽ അസ്ഥികൂടം കണ്ടെത്തി. സ്പോട്ട് 6-ൽ നടത്തിയ പരിശോധനയിലാണ് നിർണായക തെളിവുകൾ. കരയിലുള്ള 6ാം സ്പോട്ട് നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണിക്കുന്ന, ഇപ്പോൾ തെളിവെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ മണ്ണുമാന്തി പരിശോധിക്കുന്ന ഈ സ്പോട്ടിൽ നിന്നാണ് ഇപ്പോൾ അസ്ഥികൂടം ലഭിച്ചിരിക്കുന്നത്. ശുചീകരണ തൊഴിലാളി നടത്തിയ വെളിപ്പെടുത്തലിൽ 3ാം ദിവസത്തെ തെരച്ചിലിൽ ആദ്യ സ്പോട്ടിൽ നിന്നും അദ്ദേഹം പറഞ്ഞതുമായി ബന്ധിപ്പിക്കാൻ കഴിയുന്ന എന്തെങ്കിലും ഒന്ന് കിട്ടിയിരിക്കുന്നു. മാത്രമല്ല അസ്ഥികൂടം തന്നെ ലഭിച്ചിരിക്കുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 8 മുതൽ 11 വരെ റോഡിന്റെ അരികിലാണ്. ഇന്നലെയൊക്കെ നമ്മളത് തത്സമയ ദൃശ്യങ്ങളിൽ ആ സ്പോട്ട് അവിടെ മാർക്ക് ചെയ്തത് നമ്മൾ കാണിച്ചതാണ്. റോഡിൽ നിന്നും നമുക്ക് ആ സ്പോട്ട് കാണാൻ പറ്റും. റോഡിൽ നിന്നും വാഹനങ്ങളിൽ എത്തിച്ചത് കൃത്യമായി അവിടെ തന്നെ കുഴിച്ചിരുന്ന സാഹചര്യമാണ്. അത് അദ്ദേഹം കൃത്യമായി ഓർത്ത് ആ സ്ഥലം ഇവർക്ക് ഉദ്യോഗസ്ഥർക്ക് പറഞ്ഞു കൊടുക്കുകയും അവിടെ മാർക്ക് ചെയ്യുന്ന സാഹചര്യമാണ്. 13 മാർക്ക് മാത്രമേ ഇപ്പോൾ ചെയ്തിട്ടുള്ളൂ. 100ഓളം മൃതദേഹങ്ങൾ വളരെ ക്രൂരമായ ബലാത്സംഗം ചെയ്ത രീതിയിലും അത് അത്രത്തോളം അയാളുടെ ആ പരാതിയിൽ തന്നെ പറയുന്നുണ്ട്. വികൃതമാക്കിയ രീതിയിൽ ബലാത്സംഗം ചെയ്ത രീതിയിൽ കുട്ടികൾ അടക്കമുണ്ട്. അതിൽ കേരളത്തിലുള്ള കേരളീയ വേഷത്തിലുള്ള ധരിച്ച പെൺകുട്ടികളും ഉണ്ടെന്ന ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തൽ വരെ അദ്ദേഹം അതിൽ നടത്തിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇനി കേരളത്തിൽ നിന്നും തിരോധനമായ ഏതെങ്കിലും കേസുകളുണ്ടോ? ഇനി ഇതിൽ വലിയ അന്വേഷണം നടക്കേണ്ടി വരും, പ്രതികളിലേക്ക് എത്തേണ്ടി വരും. ഏതായാലും ഈ ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന അസ്ഥി ഒരു തുടക്കം മാത്രമായിരിക്കും. ഇനിയും ഈ തെരച്ചിൽ ഇത് ഊർജ്ജം പകരും. ഇത് അതുകൊണ്ട് തന്നെ ഇനി വലിയ തോതിൽ ഇത് കൂടുതൽ ഒരുപക്ഷെ ടീം അംഗങ്ങൾ കൂടിയേക്കാം. SIT അംഗങ്ങൾ കൂടി കൂടുതൽ ഇടങ്ങളിലേക്ക് ഒരേ സമയത്ത് പരിശോധന നടത്തുന്ന അവസ്ഥയുണ്ടാകാം. വളരെ വേഗത്തിൽ പരിശോധന പൂർത്തിയാക്കി കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് ഇപ്പോൾ SIT. ധർമ്മസ്ഥല മഞ്ജുനാഥ ക്ഷേത്രത്തിന്റെ പരിസരത്തായി ബലാത്സംഗം ചെയ്യപ്പെട്ട നിലയിലും അതുപോലെ തന്നെ കൈകാൽ വെട്ടിയ നിലയിലൊക്കെ കണ്ടെത്തിയ 100ഓളം മൃതദേഹങ്ങൾ കുഴിച്ചിട്ടു എന്ന് പറയുന്ന, അതായത് മറവ് ചെയ്തു എന്ന് പറയുന്ന ഈ ഒരു ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ ഈ ഒരു വെളിപ്പെടുത്തൽ നടത്തിയ ഇയാളുടെ സാന്നിധ്യത്തിൽ തന്നെയാണ് ഈ ഒരു കുഴിക്കൽ നടക്കുന്നത്. സൈറ്റ് നമ്പർ 1, 2, 3 എന്നിവിടങ്ങളിലാണ് ഇപ്പോൾ പരിശോധന നടത്തിയത്. ഇനി 13 ഇടങ്ങളിൽ കൂടി പരിശോധന നടക്കാനുണ്ട്. 3 മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു ഈ 6ാമത്തെ പോയിന്റിൽ പരിശോധന നടത്തുന്നത്. ആ സമയത്താണ് ഇത്തരത്തിൽ 2 അടി താഴ്ചയിൽ ഇത്തരത്തിൽ അസ്ഥികൂടം കണ്ടെത്തിയിരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ തലയില്ലാത്ത രീതിയിലുള്ള ഒരു അസ്ഥികൂടമാണ് ലഭിച്ചതെന്നാണ് നമുക്ക് വിശ്വസനീയമായ സോഴ്സിൽ നിന്ന് ലഭിക്കുന്ന വിവരം. എന്തായാലും ഔദ്യോഗികമായ SITയുടെ ഭാഗത്തു നിന്നും ഇതിനൊരു സ്ഥിരീകരണം ഉണ്ടാവുമോ? അതാണ് എനിക്ക് പലതരത്തിലുള്ള ഇത്തരത്തിൽ. ബൈജു, നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് തന്നെ പോവാം. ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാകുന്നുണ്ട് ചില വസ്തുക്കൾ ഒരു പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞു പിടിക്കുന്നതായിട്ട്, ഒപ്പം തന്നെ കൂടുതൽ പ്ലാസ്റ്റിക് കവറൊക്കെ എടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. കൃത്യമായി അവിടെ നിന്നും കുഴിച്ചെടുത്ത ആ അവശിഷ്ടങ്ങൾ അത് പരിശോധനയ്ക്കും മറ്റും കൊണ്ടുപോകുന്നതിന്റെ ഭാഗമായുള്ള തയ്യാറെടുപ്പുകളാണ് അവിടെ നടത്തുന്നതെന്ന് നമുക്ക് കരുതാമല്ലേ? ആ ദൃശ്യങ്ങൾ ഏറെക്കുറെ അത് വ്യക്തമാവുകയും ചെയ്യുന്നുണ്ട്. ബൈജു, സൈത, തീർച്ചയായും ഇത് തന്നെയാണ് നമ്മളിപ്പോൾ കാണുന്നത്. തത്സമയ ദൃശ്യമാണ്. ധർമ്മസ്ഥലയിലെ നേത്രാവതി പുഴയരികിലുള്ള ഈ വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശത്തും തത്സമയം കാണുന്ന ദൃശ്യമാണ്. SIT ഉദ്യോഗസ്ഥർ അവിടെ നിന്ന് ശേഖരിച്ച ഈ അസ്ഥികൂടം അത് പ്ലാസ്റ്റിക് കവറിലാക്കി അത് മാറ്റുന്നതാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. എന്തായാലും വലിയ തോതിൽ ഒഴുക്ക് ഈ ഒരു നേത്രാവതി പുഴ അനുഭവപ്പെടുന്നുണ്ട്. ഇതിന് നേരെ മറുകരയാണ് നമ്മളുള്ളത്. ആ ഭാഗത്തേക്ക് മാധ്യമങ്ങൾക്കോ പൊതുജനങ്ങൾക്കോ ഒന്നും തന്നെ പ്രവേശനമില്ല. അത്തരത്തിലുള്ള പരിശോധനയാണ് കൃത്യമായി നടക്കുന്നത്. മാത്രമല്ല ഈ മാർക്ക് ചെയ്ത് വെച്ചിട്ട് ഇപ്പോൾ 4 ദിവസം കഴിഞ്ഞിരിക്കുന്നു. അവിടെ പോലീസ് കാവൽ ഈ 4 ദിവസവും 24 മണിക്കൂറും ആയുധമേന്തിയ പോലീസ് കാവൽ വരെ ഏർപ്പെടുത്തിയിരുന്നു. അത്രയും പഴുതടച്ച ഒരു പരിശോധന അല്ലെങ്കിൽ അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നതെന്ന് പറയേണ്ടി വരും. ഇതാണ് തത്സമയ ദൃശ്യം. കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ന്യൂസ് 18 പുറത്തു കൊണ്ടുവന്ന ആ വാർത്തയുടെ അതിന്റെ സ്ഥിരീകരണമാണ് നമ്മളിപ്പോൾ കാണുന്ന നേർക്കാഴ്ചയാണ് ഇപ്പോൾ ഈ കാണുന്ന. ഒരുപാട് അമ്മമാരുടെ, ഒരുപാട് സഹോദരിമാരുടെ കൂട്ടക്കരച്ചിൽ മുഴങ്ങിയ ധർമ്മസ്ഥലയിൽ നിന്നുള്ള തെളിവുകൾ പുറത്തു വരുന്നു. അത് മണ്ണിൽ മൂടപ്പെട്ട് കിടന്ന ആ തെളിവുകൾ പുറത്തേക്ക് വരുന്നു. ശുചീകരണ തൊഴിലാളിയെ വെളിപ്പെടുത്തിയ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തൽ കെട്ടുകഥ എന്ന് പോലും ഒരു ഘട്ടത്തിൽ പല ആളുകളും ഇടപെട്ട ഒരു കാര്യം ഇപ്പോൾ ആ ദൃശ്യത്തിൽ വ്യക്തമാവുന്നത് ഒരു മാസ്ക് ധരിച്ച ഒരു റെയിൻ കവർ ഇട്ട ഒരാളെ കാണുന്നുണ്ട്. അത് തന്നെയാണോ ഈ ശുചീകരണ തൊഴിലാളി? അദ്ദേഹത്തിന്റെ ഐഡന്റിറ്റി പുറത്തു വരാതിരിക്കാൻ വേണ്ടി മാസ്ക് ധരിപ്പിച്ച് ഒപ്പം നടത്തി അദ്ദേഹത്തിന്റെ വിവരങ്ങൾ ശേഖരിച്ച് പരിശോധന നടക്കുന്നു, അതല്ലേ? അങ്ങനെയല്ലേ സാഹചര്യം? അതേസമയം 2003 ധർമ്മസ്ഥലയിൽ കാണാതായ മെഡിക്കൽ വിദ്യാർത്ഥിനിയായ അനന്യ ഭട്ടിന്റെ അമ്മ സുജാത ഭട്ടിനെ പ്രതിനിധീകരിക്കുന്ന അഭിഭാഷകൻ N. മഞ്ജുനാഥ് പുറത്തിറക്കിയ ഒരു വാർത്താക്കുറിപ്പ് ഏറെ പ്രശ്നങ്ങൾക്ക് വഴിവെച്ചിട്ടുണ്ട്. നേത്രാവതി തീരത്തെ ഖനന സ്ഥലങ്ങളിലൊന്നിൽ നിന്ന് കിട്ടിയ ചുവന്ന ബ്ലൗസ്, പാൻ കാർഡ്, 2 ATM കാർഡുകൾ എന്നിവയുൾപ്പെടെയുള്ള പ്രധാന വസ്തുക്കൾ കണ്ടെത്തിയെന്നാണ് മഞ്ജുനാഥ് പത്രക്കുറിപ്പിൽ ഇറക്കിയത്. 2 ATM കാർഡുകളിൽ ഒന്നിൽ പുരുഷനാമവും മറ്റൊന്ന് ലക്ഷ്മി എന്ന സ്ത്രീനാമവുമാണെന്ന് ഇദ്ദേഹം പറയുന്നുണ്ട്. എന്നാൽ ഇതുവരെ അത്തരം വീണ്ടെടുക്കലുകളൊന്നും നടന്നിട്ടില്ല എന്ന് പറഞ്ഞ് SIT വൃത്തങ്ങൾ ഇത് നിഷേധിക്കുകയും ചെയ്തു. സൈറ്റ് നമ്പർ 1 ഏകദേശം 2.5 അടി താഴ്ചയിൽ നിന്ന് കയറിയ ചുവന്ന ബ്ലൗസും ഒരു പാൻ കാർഡും ഒരു ATM കാർഡ് എന്നിവ കണ്ടെത്തതായി സ്ഥിരീകരിച്ചു എന്നായിരുന്നു മഞ്ജുനാഥിന്റെ പ്രസ്താവന. എന്നാൽ ഇപ്പോൾ കൂടുതൽ ആഴത്തിൽ, അതായത് 10 അടി താഴ്ചയിലേക്കാണ് കുഴിക്കുന്നത്.
ഇത് SITയുടെ പ്രൊഫഷണൽ പ്രതിബദ്ധതയുടെ അടയാളമാണെന്നാണ് മഞ്ജുനാഥ് പ്രശംസിക്കുന്നുണ്ട്. SITയുടെ പ്രവർത്തനങ്ങളിൽ പൂർണ്ണ വിശ്വാസമുണ്ടെന്നും അദ്ദേഹം പറയുന്നു. മൃതദേഹങ്ങൾ കുഴിച്ചിട്ടുവെന്ന് പറയുന്ന നേത്രാവതി നദീക്കര 13 ഭാഗങ്ങളായി തിരിച്ചാണ് പരിശോധന നടത്തുന്നത്. ശുചീകരണ തൊഴിലാളിയുടെ മൊഴി അനുസരിച്ച് സൈറ്റ് നമ്പർ 1-ലും 2-ലും 3-ലും 2 വീതം മൃതദേഹങ്ങളുണ്ട്. സൈറ്റ് നമ്പർ 4-ഉം 5-ഉം സൈറ്റുകളിൽ ഒരുമിച്ച് 6 മൃതദേഹങ്ങളുണ്ട്. 6, 7, 8 സൈറ്റുകളിൽ ആകെ 8 മൃതദേഹങ്ങളുണ്ട്. സൈറ്റ് നമ്പർ 9-ൽ 6 മുതൽ 7 വരെ മൃതദേഹങ്ങളുണ്ട്. അതുപോലെ സൈറ്റ് നമ്പർ 10-ൽ 3 മൃതദേഹങ്ങളുമുണ്ട്. സൈറ്റ് നമ്പർ 11-ൽ 9-ഉം സൈറ്റ് നമ്പർ 12-ൽ 4, 5 വരെ മൃതദേഹങ്ങളുണ്ട്. അതുപോലെ തന്നെ സൈറ്റ് നമ്പർ 13-ലാണ് ഏറ്റവും കൂടുതൽ മൃതദേഹങ്ങൾ ഉണ്ടെന്ന് പറയപ്പെടുന്നത്. എന്നാൽ ആദ്യ 3 സൈറ്റിൽ കുഴിച്ചിട്ടും ഒന്നും കിട്ടിയിട്ടില്ല. ഹിന്ദുമത ആചാരപ്രകാരം കർമ്മം ചെയ്യാൻ തങ്ങളുടെ മകളുടെ അസ്ഥിയെങ്കിലും തിരിച്ചു തരണം എന്നുള്ള ആവശ്യവുമായിട്ടാണ് സുജാത ഭട്ട് ധർമ്മസ്ഥലയിൽ എത്തിയിരിക്കുന്നത്. ബാംഗ്ലൂരിലെ പത്മനാഭ നഗർ നിവാസിയും CBIയിൽ വിരമിച്ച ഒരു സ്റ്റെനോഗ്രാഫറുമാണ് സുജാത ഭട്ട്. 2003-ൽ മണിപ്പാൽ മെഡിക്കൽ കോളേജിലെ 1ാം വർഷ MBBS വിദ്യാർത്ഥിനിയായിരുന്ന മകൾ അനന്യ സുഹൃത്തുക്കൾക്കൊപ്പമാണ് ധർമ്മസ്ഥല ക്ഷേത്രത്തിലെ യാത്രയ്ക്ക് പോയത്. പിന്നീട് കുട്ടിയുടെ യാതൊരു വിവരവും ഉണ്ടായിരുന്നില്ല. സഹപാഠിയായ രശ്മിയിൽ നിന്ന് സുജാതയ്ക്ക് ഫോൺ കോൾ വരുമ്പോഴാണ് അനന്യയെ കാണാനില്ല എന്നുള്ള വിവരം അമ്മ സുജാത അറിയുന്നത്. കോളേജ് ഹോസ്റ്റലുമായി ബന്ധപ്പെട്ടപ്പോൾ 2-3 ദിവസമായി അനന്യയെ കാണാനില്ല എന്ന് അവരും പറഞ്ഞു. കൊൽക്കത്തയിൽ നിന്ന് ധർമ്മസ്ഥലയിലേക്ക് ഓടിയെത്തിയ സുജാത മകളുടെ ഫോട്ടോ നാട്ടുകാർക്കും ക്ഷേത്ര ജീവനക്കാർക്കും കാണിച്ചു കൊടുത്ത് അന്വേഷണവും ആരംഭിച്ചു. അനന്യയുടെ വിവരണവുമായി പൊരുത്തപ്പെടുന്ന ഒരു യുവതിയെ ക്ഷേത്ര ജീവനക്കാർ അകമ്പടി സേവിക്കുന്നതും ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് കണ്ടതായെന്ന് നിരവധി നാട്ടുകാർ അവരോട് പറഞ്ഞു. പക്ഷേ ബെൽത്താങ്കടി പോലീസ് അതൊന്നും അംഗീകരിച്ചില്ല. എന്റെ പരാതി രജിസ്റ്റർ ചെയ്യാൻ ഉദ്യോഗസ്ഥർ വിസമ്മതിക്കുകയും മകൾ ഒളിച്ചോടിയതായിട്ട് ആരോപിക്കുകയും ചെയ്തു. എന്നെ അധിക്ഷേപിച്ചാണ് അവർ സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങിയത്. സുജാത ഭട്ട് മാധ്യമങ്ങളോട് പറഞ്ഞതിങ്ങനെ. തുടർന്ന് സുജാത ധർമ്മസ്ഥല ധർമാധികാരിയായ ഡോക്ടർ D. വീരേന്ദ്ര ഹെഗ്ഡെയെ സമീപിച്ചു. പക്ഷേ ഫലമുണ്ടായിരുന്നില്ല. പക്ഷെ തുടർന്ന് അതിഭീകരമായിട്ടുള്ള ഒരു അനുഭവമാണ് ആ അമ്മയ്ക്കുണ്ടായത്. ആ രാത്രി നിരാശയുടെ ക്ഷേത്രത്തിന്റെ പുറത്തിരിക്കുമ്പോൾ വെള്ള വസ്ത്രം ധരിച്ച ചില പുരുഷന്മാർ തങ്ങൾക്ക് ചില വിവരങ്ങൾ ഉണ്ടെന്ന് അവകാശപ്പെട്ട് അവരെ കൂട്ടിക്കൊണ്ടുപോയി. സുജാതയെ കെട്ടിയിട്ട് വായി മൂടി കെട്ടി ക്ഷേത്രത്തിനടുത്തുള്ള ഒരു ഇരുണ്ട മുറിയിൽ രാത്രി മുഴുവൻ തടങ്ങളിൽ വെച്ചു. മിണ്ടാതിരിക്കാൻ അവർ എന്നെ ഭീഷണിപ്പെടുത്തി, ആക്രമിച്ചു. ഒടുവിൽ എന്റെ തലയിൽ അടിച്ചു. അതോടെ അവരുടെ ബോധം പോയി. 3 മാസത്തോളം സുജാത കോമയിൽ തുടർന്നു. ഓർമ്മ വരുമ്പോൾ ബംഗളൂരുവിലെ ഒരു ആശുപത്രിയിലാണ്. എങ്ങനെ അവിടെ എത്തി എന്നുള്ളത് ഓർമ്മയില്ലായിരുന്നു. ID, ബാങ്ക് രേഖകൾ, സ്വകാര്യ വസ്തുക്കൾ എന്നിവയുൾപ്പെടെയുള്ള വസ്തുക്കൾ നഷ്ടപ്പെടുകയും ചെയ്തു. ആ ഒരു ആക്രമണത്തിൽ അവരുടെ തലയിൽ 8 തുന്നലുകൾ വേണ്ടി വന്നു. സുജാത എന്ന ഒറ്റയാളിന്റെ മൊഴിയിൽ നിന്ന് തന്നെ ക്ഷേത്ര ജീവനക്കാർക്ക് സംഭവത്തിന് ബന്ധമുണ്ടെന്ന് വ്യക്തമാണ്. ഇപ്പോൾ പുതിയ വെളിപ്പെടുത്തലിനെ തുടർന്ന് തന്റെ മകളുടെ ഒരു അസ്ഥിയെങ്കിലും കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് ആ ഒരു അമ്മ ധർമ്മസ്ഥലയിൽ എത്തിയത്.